നമസ്കാരം. ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡിസംബർ മാസം 16-ാം തീയതി ചൊവ്വാഴ്ച ആദിത്യൻ വൃശ്ചികൻ രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് മാറുകയാണ്. 15-ാം തീയതി രാത്രി 1:25 ധനുരാശിയിലേക്ക് ആദിത്യൻ മാറുന്നതോടുകൂടി 12 നാളുകാരുടെ ജീവിതത്തിൽ അത്യപൂർവമായ രാജയോഗങ്ങൾ വന്നു ചേരുകയാണ്. നീചഭംഗ രാജയോഗവും പരിവർത്തന രാജയോഗവും മഹാരാജയോഗവും. ധനുമാസം പൂർണ്ണമായിട്ടും ചൊവ്വ ധനുരാശിയിലായിരിക്കും. ഇപ്പോൾ വൃശ്ചികൻ രാശിയിലുള്ള ബുധൻ ഡിസംബർ 14-ന് ധനുരാശിയിലേക്ക് മാറും. ധനുമാസം 5-ന് അതായത് ഡിസംബർ 20 ശനിയാഴ്ച ശുക്രൻ ധനുരാശിയിലേക്ക് സംക്രമിക്കും. ശുക്രന് മൗഢ്യ കാലമാണ് എങ്കിൽ പോലും ശുക്രൻ കൂടി ധനുരാശിയിലേക്ക് വരുന്നതോടുകൂടി അത്യപൂർവമായ ശുക്രാദിത്യ ബുധയോഗം വരികയാണ്. ധനുമാസം 1-ാം തീയതിയിലെ ഗ്രഹനില സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രഹനില പൂർണ്ണമായിട്ടും വിലയിരുത്തുമ്പോൾ ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ച 12 നാളുകാരുടെ ജീവിതത്തിലേക്ക് ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത്. രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം മഹാലക്ഷ്മി ദേവിക്ക് പ്രത്യേകം നേദ്യമൊക്കെ അർപ്പിച്ച് ഐശ്വര്യമായി പ്രശ്നം വെച്ചു. പ്രശ്നം വെച്ച സമയത്ത് ചില നക്ഷത്രക്കാരെ പറ്റി ചില കാര്യങ്ങൾ ഇന്ന് പ്രശ്നത്തിൽ കാണാൻ സാധിച്ചു. 12 നാളുകാരെ കുറിച്ച് ഇന്ന് പ്രശ്നത്തിൽ കണ്ട ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളോട് പറയുവാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. സമയക്കുറവുണ്ടെങ്കിലും ഈ കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് സമയക്കുറവിനിടയിലും ഈ അധ്യായം ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. അത്രമാത്രം സത്യമുള്ള ചില കാര്യങ്ങൾ ഇന്ന് പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന 12 നാളുകാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മുതൽക്കൂട്ടാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയും ഇന്ന് പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചു. നിങ്ങളുടെ ജീവിതം വഴിമാറാൻ പോവുകയാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുവാൻ പോവുകയാണ്. ജീവിതം തന്നെ മാറി ജീവിതം രക്ഷപ്പെടുവാൻ പോവുകയാണ്. വരും നാളുകളിൽ വരുവാൻ പോകുന്ന മാറ്റവും ഇന്നത്തെ പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ജീവിതവുമായി അതൊന്നും താരതമ്യപ്പെടുത്തി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. പ്രശ്നചിന്തയിൽ ആദ്യം കണ്ട നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മിയുടെ രൂപമാണ് തെളിഞ്ഞു വന്നത്. ഈ ധനുമാസത്തിൽ അമ്മ മഹാമായ പൊന്നു തമ്പുരാട്ടി ഭഗവതി നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി വിതറുമെന്നാണ് കാണുവാൻ സാധിച്ചത്. അശ്വതി നക്ഷത്രക്കാർ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കഷ്ടകാലം പിടിച്ച ഒരു സമയത്തു കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ കണ്ടത്. മരണദുഃഖ സമയത്തു കൂടിയാണ് കടന്നുപോയത്. മരണദുഃഖം എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കും എന്നുള്ളതല്ല. മരണത്തിന് സമാനമായ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ജീവിത പ്രയാസങ്ങൾ, വേദനകൾ കൊണ്ടെല്ലാം വളരെ സങ്കീർണമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതുപോലെ ജീവിതത്തിൽ കിടന്ന് കഷ്ടപ്പാടുകളും ജീവിത ദുരിതങ്ങളും രോഗങ്ങളും മറ്റ് അനർത്ഥങ്ങളും കൊണ്ട് കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്, അങ്ങനെ അലയുകയാണ്. അനുഭവിക്കാൻ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അശ്വതിക്കാർ ഒരുപാട് എന്റെ അടുത്ത് വരാറുണ്ട്. തിരുമിനി ഓരോന്നായി ഓരോ പ്രശ്നവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് തീരുമ്പോൾ സമാധാനിച്ചു വരുമ്പോൾ മറ്റൊന്ന് കേറി വരുന്നു. എന്നെ കേൾക്കുന്ന അശ്വതിക്കാർക്ക് ഇത് മനസ്സിലാകും. നിങ്ങൾക്ക് അറിയാം ഇത് ശരിയാണോ എന്ന്. ഞാനിത് പറയുമ്പോൾ പോലും നിങ്ങളുടെ ഉള്ള്, നിങ്ങളുടെ മനസ്സ് നേറിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു വിഷമസന്ധിയിലാണ് നിങ്ങൾ. ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ അശ്വതി നക്ഷത്രക്കാരുടെ അവസ്ഥ എങ്ങനെയാണെന്നാണ് കാണുവാൻ സാധിച്ചത്. പക്ഷെ ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞു കണ്ടത് മഹാലക്ഷ്മി ദേവിയുടെ രൂപമാണ് കേട്ടോ. സാക്ഷാൽ അമ്മ മഹാലക്ഷ്മി ദേവി ഭഗവതി നിങ്ങളെ കൈപിടിച്ചുയർത്തും. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീരുവാൻ പോവുകയാണ്. എന്തെല്ലാം മനപ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം ദുരിതങ്ങളുണ്ടോ, ഏതെല്ലാം രീതിയിലുള്ള രോഗങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങളെ വലയ്ക്കുന്നുണ്ടോ, അതെല്ലാം അമ്മ മഹാലക്ഷ്മി നിങ്ങൾക്ക് മാറ്റിത്തരും. ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീരുന്ന കാലഘട്ടമാണ്. എല്ലാ സങ്കടങ്ങളും മാറ്റി അമ്മ മഹാലക്ഷ്മി, അമ്മ ഭഗവതി നിങ്ങളെ കാത്തുരക്ഷിക്കും. ജീവിതത്തിൽ ദുഃഖങ്ങൾ മാറി സന്തോഷം വരുന്ന സമയമാണ്. മാത്രമല്ല ഒരുപാട് മംഗളകർമ്മങ്ങൾ നടക്കുമെന്നാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത്. ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ വന്നു ചേരും. മംഗളകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാഹങ്ങൾ മാത്രമല്ല, സന്തോഷം നൽകുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ, ഒട്ടനവധി ശുഭകാര്യങ്ങൾ, ആഗ്രഹ സാഫല്യം, ഇതെല്ലാം ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. ഈ ധനു 1 മുതൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന ദിവസങ്ങളായിരിക്കും. സാക്ഷാൽ മഹാലക്ഷ്മി ഭഗവതി മഹാവിഷ്ണു സമേതനായി നിങ്ങളുടെ വീടുകളിൽ വന്ന് അനുഗ്രഹിക്കും. എല്ലാം നന്നായി വരും. ഇന്നത്തെ ദിവസം മഹാലക്ഷ്മി ദേവിയെയും നാരായണനെയും സ്മരിക്കുവാൻ മറക്കരുത്.
എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്ന് സമാധാനമിരുന്ന് മഹാവിഷ്ണു മന്ത്രങ്ങളും നാരായണ മന്ത്രങ്ങളും മഹാലക്ഷ്മി മന്ത്രങ്ങളും ജപിക്കുക, പ്രാർത്ഥിക്കുക. ദാ ഇവിടെ മന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി പ്രാർത്ഥിക്കുക. എല്ലാം മംഗളമായി ഭവിക്കും. ജീവിതത്തിലെ ദുഃഖങ്ങൾ തീർന്ന് നല്ല കാലം നിങ്ങൾക്ക് വന്നു ചേരുകയാണ്. എന്റെ നാവ് പൊന്നാകും, സർവം മംഗളമായി കിട്ടും. അപ്പോൾ ആദ്യ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. എന്റെ ഈ വീഡിയോ കാണുന്ന ഭരണി നക്ഷത്രക്കാർ ആരെങ്കിലും വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് പ്രശ്നത്തിൽ നിങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ മഹാഗണപതിയുടെ രൂപമാണ്. സാക്ഷാൽ ഗണനായകൻ വിഘ്നേശ്വരന്റെ രൂപം. ഗണനായകൻ സർവശക്തൻ, സർവവിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്ന സാക്ഷാൽ മഹാഗണപതി, എല്ലാ നേട്ടങ്ങളുടെയും ആധാരമായി മുന്നിൽ നിന്ന് നമ്മെ നയിക്കുന്ന ഭഗവാൻ മഹാഗണപതി വിഘ്നേശ്വരൻ. നിങ്ങളുടെ സമയം തെളിഞ്ഞു എന്ന് പറയാം. പക്ഷെ ഭരണിക്കാർക്ക് ഇപ്പോൾ വളരെ വലിയ മാനസിക വിഷമതകളും മനപ്രയാസങ്ങളുമുള്ള സമയമാണ്. ദുഃഖങ്ങളുള്ള, സങ്കടങ്ങളുള്ള, വേദനകൾ കടിച്ചമർത്തുന്ന സമയം. എല്ലാ കാര്യങ്ങളിലും കാര്യപരാജയങ്ങളും കാര്യതടസ്സങ്ങളും വന്നു ചേരുന്ന സമയം. എല്ലാം മറന്ന് ഒന്ന് മനസമാധാനമായി ഉറങ്ങിയിട്ട് ഭരണി നക്ഷത്രക്കാർ വളരെ വർഷങ്ങളായി സങ്കടക്കടലിന്റെ നടുവിലാണ് ഈ നക്ഷത്രക്കാർ. ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ സാക്ഷാൽ വിഘ്നേശ്വരൻ ഇത് കൃത്യമായി കാണിച്ചു തന്നു. വളരെ വലിയ സങ്കടങ്ങളാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ളത്. എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ചും കളിച്ചും പോകുന്നുണ്ട്. പക്ഷേ ഉള്ളിലെ മനപ്രയാസങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ. പുറത്തുനിന്ന് ഈ നക്ഷത്രക്കാരെ കാണുന്നവർ വിചാരിക്കും അവൻ വളരെ ഭാഗ്യവാനാണ്, അവൾ വളരെ ഭാഗ്യവതിയാണ് എന്ന്. പക്ഷേ ഭരണിക്കാർക്ക് മനസ്സിലാവും അവരുടെ മനപ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രമാണെന്ന്. അത് വേറൊന്നും കൊണ്ടുമല്ല, ഭരണി നക്ഷത്രക്കാർ എല്ലാവരുടെയും അടുത്ത് അവരുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരല്ല. എല്ലാ ദുഃഖങ്ങളും നിശബ്ദമായി സഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അവർ. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഇത് ഭരണിക്കാരുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ നിങ്ങളുടെ ആ സങ്കടക്കടലുണ്ടല്ലോ, അത് മഹാഗണപതി ഭഗവാൻ കണ്ടു. ഇന്ന് പ്രശ്നത്തിൽ കണ്ടത് വിഘ്നേശ്വരന്റെ ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ചില വിജയങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ്. സാമ്പത്തിക ഭദ്രത, കർമ്മപുഷ്ടി, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പ്രൊമോഷൻ സാധ്യതകൾ, ഇതെല്ലാം തന്ന് സാക്ഷാൽ വിഘ്നേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. വിഘ്നേശ്വരൻ നിങ്ങൾക്ക് ചക്രവർത്തി യോഗമാണ് നൽകുന്നത്. ചക്രവർത്തി യോഗം ലഭിക്കുന്ന അപൂർവ ചില നക്ഷത്രക്കാരിൽ ഒരാളാണ് നിങ്ങൾ. ധനുമാസം 1-ാം തീയതി ആദിത്യൻ ധനുരാശിയിലേക്ക് വരുന്നതോടുകൂടി നിങ്ങളുടെ സമയം തെളിയുകയാണ്. അടുത്ത വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങളുടെ മനപ്രയാസങ്ങൾ, സങ്കടങ്ങൾ എല്ലാം അലിഞ്ഞ് ഇല്ലാതാകും. വിഘ്നേശ്വരൻ നിങ്ങൾക്കൊപ്പമുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇനി വിഷമചിന്തകൾ? ഇനി സൗഭാഗ്യ വർഷമാണ്. എഴുതി വെച്ചോളൂ, എന്റെ പ്രവചനം അച്ചിട്ടാവുക തന്നെ ചെയ്യും. ഡിസംബർ 20-ന് ധനുരാശിയിൽ ആദിത്യനും ശുക്രനും ബുധനും ഒന്നിച്ചു ചേരുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മിയും ആദിത്യ ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും വിഘ്നേശ്വരനും ചേർന്ന് സകല സൗഭാഗ്യങ്ങളും നൽകുവാൻ പോവുകയാണ്. ഇന്ന് പ്രസന്നവിധികൾ തെളിഞ്ഞ 3-ാമത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഇന്ന് എന്റെ പ്രസന്നവിധികൾ തെളിഞ്ഞത് സാക്ഷാൽ ഭാർഗവന്റെ രൂപം, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രൂപമാണ്. ഏറ്റവും ഐശ്വര്യമാണ് അത്. ഈ പുണർദം നക്ഷത്രക്കാരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ശത്രുക്കളുടെ നടുവിലാണ് പുണർദം നക്ഷത്രക്കാർ ഇരിക്കുന്നത്. ചുറ്റും ശത്രുക്കളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങൾക്ക് കാരണം ഈ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളാണ്. നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാറില്ല. പക്ഷേ ശത്രുക്കൾ നിങ്ങളെ വരിഞ്ഞിട്ട് മുറക്കും. ശത്രുക്കൾ മുഖേന ഒരുപാട് രാഗം, വിളിച്ചപേക്ഷയും എരിച്ചിലും കണ്ണീറും നാവേറും എല്ലാം ഉണ്ടാകുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രാഗി തോൽപ്പിക്കുകയാണ് ശത്രുക്കളുടെ ഒരു രസം. നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണ്. നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ, നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ, ബന്ധുജനങ്ങൾക്കിടയിൽ, സ്വന്തക്കാർക്കിടയിൽ ഈ പറയുന്ന ശത്രുക്കളുടെ ഉപദ്രവം വല്ലാതെയുണ്ട്. പുണർന്ന നക്ഷത്രക്കാർ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് പലതും ചെയ്യുന്നത്. ഒളിച്ചും പാത്തുമാണ് ജീവിതത്തിൽ ചെയ്തു പോരുന്നത്. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളും കണ്ണേറും പ്രാകും എരിച്ചിലും വിളിച്ചപേക്ഷയും ഒക്കെ ഒത്തിരി ഉണ്ട്. പുണർന്ന നാളുകാർ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ശരിയല്ലേ ഞാൻ പറയുന്നത്? എന്നാൽ ഇന്ന് പ്രസംഗത്തിൽ നിങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രൂപമാണ്. നിങ്ങളെ ആക്ഷേപിച്ചവർ, നിങ്ങളെ അകറ്റി നിർത്തിയവർ, നിങ്ങളെ പരിഹസിച്ചവർ
അവരെല്ലാം നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക. ശത്രുക്കളുടെ മുന്നിലൂടെ അഭിമാനത്തോടെ നിങ്ങൾ നടക്കും. നിങ്ങൾക്കെതിരെ എല്ലാ പാടക്കോപ്പുകളും കൂട്ടിക്കൊണ്ടിരുന്ന ശത്രുക്കളെല്ലാം നിങ്ങളുടെ ഈ കാഴ്ച കണ്ട്, നിങ്ങളുടെ വിജയം കണ്ട് ഞെട്ടി വിറയ്ക്കുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക. ജീവിതത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരിച്ചു പിടിക്കുകയും നേടിയെടുക്കുകയും ജീവിതത്തിൽ എന്തെല്ലാം നിങ്ങൾ സ്വപ്നം കണ്ടോ അത്തരം കാര്യങ്ങളെല്ലാം അധികം വൈകാതെ വരും മാസങ്ങളിൽ സ്വായത്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതെല്ലാം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. 4-5 മാസങ്ങൾക്കുള്ളിൽ തന്നെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങൾ കലണ്ടറിൽ ഇത് എഴുതിയിട്ടുള്ളൂ. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. ഏതാണ്ട് 5 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില ആഗ്രഹങ്ങൾ, വലിയ ചില ലക്ഷ്യങ്ങൾ സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ നേടിത്തരുമെന്നാണ് ഇന്ന് പ്രശ്ന ചിന്തയിൽ എനിക്ക് കൃത്യമായി ഗണിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രശ്നത്തിൽ കണ്ടത് ഒരിക്കലും തെറ്റില്ല. ശ്രീരാമചന്ദ്ര ഭഗവാൻ സകല സൗഭാഗ്യങ്ങളും നൽകി നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. അപ്പോൾ ഇതാണ് 3ാമത്തെ നക്ഷത്രം. ഇന്ന് പ്രശ്നത്തിൽ കണ്ട 4ാമത്തെ നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടത് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെയാണ്. ആ മഹാലക്ഷ്മി ദേവിക്കൊപ്പം മഹാവിഷ്ണു ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് നിങ്ങളെ അനുഗ്രഹിച്ചാൽ ഇതിലും വലിയ സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടുവാനുണ്ടോ? ഈ തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ കഷ്ടപ്പെടുവാൻ ഉള്ളതെല്ലാം കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. തിരുവോണക്കാർ നമ്മെ കേൾക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഒന്ന് ഉപമിച്ച് നോക്കണം. രാപകലില്ലാതെ നന്നായി അധ്വാനിക്കുന്നുണ്ട്, നേട്ടോട്ടം ഓടുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നില്ല. എന്നും ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും മനപ്രയാസങ്ങളും മാത്രം. ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മനസമാധാനമായിട്ട് സന്തോഷത്തോടെ അനുഭവിക്കാനുള്ള ഒരു യോഗവും ഇല്ല. കഷ്ടപ്പാട് മാത്രം മിച്ചം, കാര്യതടസ്സങ്ങൾ, കാര്യപരാജയങ്ങൾ. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും ഒരു സംതൃപ്തി ഇല്ലാത്ത, സന്തോഷമില്ലാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷമൊന്ന് അനുഭവിച്ചിട്ട്, ജീവിതം ഒന്ന് ആസ്വദിച്ചിട്ട് ഒരുപാട് മാസങ്ങൾ, ഒരുപാട് വർഷങ്ങളായി. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രം മിച്ചം എന്നുള്ളൊരവസ്ഥയാണ് ഇന്ന് പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത്. ഒരു മനുഷ്യായുസിൽ ചെയ്യുവാൻ പറ്റുന്നതെല്ലാം തിരുവോണ നക്ഷത്രക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ഫലം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നില്ല. ഇതല്ലേ നിങ്ങളുടെ അവസ്ഥ? എല്ലാ കാര്യങ്ങളും ഒന്ന് മന്ദീഭവിച്ച് കിടക്കുന്നു. ജീവിതത്തിൽ ഒരു ഐശ്വര്യമില്ല, ഉയർച്ചയില്ല, നേട്ടങ്ങളില്ല. അധ്വാനത്തിനനുസരിച്ചുള്ള നേട്ടങ്ങളോ സന്തോഷങ്ങളോ വിജയങ്ങളോ ഒന്നും വന്നു ചേരുന്നില്ല. ഉറക്കമില്ലാത്ത രാവുകളാണ് പലപ്പോഴും. ഇതാണ് ഇന്ന് എനിക്ക് കാണുവാൻ സാധിച്ചത്. ഇത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ധനുമാസം 1-ാം തീയതി മുതൽ സാക്ഷാൽ മഹാലക്ഷ്മിക്കൊപ്പം മഹാവിഷ്ണു ഭഗവാൻ എത്തി നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും ഇല്ലാതാക്കുവാൻ പോവുകയാണ്. ജീവിതത്തിലേക്ക് വിജയങ്ങൾ, കർമ്മപുഷ്ടി, സാമ്പത്തിക ഭദ്രത, വിവാഹ യോഗം എന്നിങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് മഹാവിഷ്ണു ഭഗവാൻ. ജീവിതത്തിലെ നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം നീങ്ങി മനസ്സറിഞ്ഞ് ഒന്ന് ചിരിക്കുവാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത്. നമ്മൾ പരിശ്രമിക്കാനുള്ളതെല്ലാം പരിശ്രമിച്ചു, കഷ്ടപ്പെടുവാനുള്ളതെല്ലാം കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു. പക്ഷേ നമുക്ക് ഒന്ന് ചിരിക്കുവാൻ, ഒന്ന് സന്തോഷിക്കുവാൻ ഒരു അവസ്ഥയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതാണല്ലോ ജീവിതത്തിൽ വേണ്ടത്. അതില്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് പിന്നെ എന്താണ് അർത്ഥം? എന്നാൽ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ സന്തോഷം വരുന്ന, സംതൃപ്തി വരുന്ന, ജീവിത വിജയങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന ദിവസങ്ങളായിരിക്കും. ഏതാണ്ട് ഒരു 5 മാസങ്ങൾക്കുള്ളിൽ തന്നെ പതുക്കെ നിങ്ങളുടെ ജീവിതം വളരെയേറെ മെച്ചപ്പെട്ടു വരും. ധനുമാസം 5-ാം തീയതി ശനിയാഴ്ച ശുക്ര ഭഗവാൻ കൂടി ധനുരാശിയിലെത്തി പിറ്റേ ദിവസം ഞായറാഴ്ച സൂര്യൻ ഉദിക്കുന്നത് മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുവാൻ പോവുകയാണ്. സമാധാനവും സന്തോഷവും സംതൃപ്തിയുമുള്ള ജീവിതം നിങ്ങൾക്ക് വന്നു തുടങ്ങുകയാണ്. തിരുവോണക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് രക്ഷപ്പെടും. അവരോട് നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി വല്ലപ്പോഴും ഒന്ന് തൊഴുവാൻ പറയണം. മഹാവിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുവാൻ പറയണം. നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ സന്തോഷങ്ങൾ വന്നു ചേരുകയാണ്. അത്യപൂർവമായ ചക്രവർത്തി യോഗവും ഗജകേസരി യോഗവും പരിവർത്തന രാജയോഗവുമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. തിരുവോണ നക്ഷത്രക്കാരുള്ള വീടുകൾ രക്ഷപ്പെടാൻ പോവുകയാണ്. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. സർവം മംഗളമായി ഭവിക്കും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പുലർച്ചെ പ്രശ്നചിന്ത നടത്തിയപ്പോൾ തെളിഞ്ഞ രൂപം ഹനുമൽ സ്വാമികളുടെ രൂപമാണ്. ഹനുമാൻ സ്വാമിയുടെ രൂപമാണ് ഈ ഉത്തര നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്.
ഏറ്റവും ഐശ്വര്യമാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് നടന്നു കിട്ടും. എത്ര കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കത് നടന്നു കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം മതി. ആ രീതിയിൽ, ആ രൂപത്തിൽ ഭഗവാൻ ഹനുമൽ സ്വാമികൾ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നടത്തി തരും. നിങ്ങൾ കയ്യിൽ വെച്ച് തരും. ഇന്ന് പ്രശ്നം നോക്കിയപ്പോൾ ദാ ഇത്ര നക്ഷത്രക്കാരുടെ ജീവിതം ഇങ്ങനെയാണ് രാശിഫലയിൽ കാണുവാൻ സാധിച്ചത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഉത്തരനാളുകാർ. ദൈവം മാത്രമേ നിങ്ങൾക്ക് കൂട്ടുള്ളൂ. പലപ്പോഴും നിങ്ങൾ തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങ് മാത്രമേ എനിക്ക് കൂട്ടുള്ളൂ. എന്നെ അങ്ങേക്ക് അറിയാമല്ലോ. ഞാൻ ഒറ്റയ്ക്കാണ്. ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ അനുഭവിച്ചു വരികയാണ്. പലപ്പോഴും ക്ഷേത്ര നടകളിൽ ഉത്തരനാളുകാർ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് പറയുന്ന ഒരേ ഒരു കാര്യം സങ്കടങ്ങൾ മാറ്റി, ദുഃഖങ്ങൾ മാറ്റി, മനപ്രയാസങ്ങൾ മാറ്റി, സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക വിഷമതകളും മാറ്റി നല്ലൊരു അവസ്ഥ, ജീവിതത്തിൽ എന്നെങ്കിലും ഒന്ന് സന്തോഷിക്കുവാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരണേ എന്നുള്ളത് മാത്രമാണ്. പല വഴിപാടുകളും നടത്തി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കൂടെ നിന്നവർ പോലും മാറ്റി നിർത്തിയ അനുഭവങ്ങൾ, സ്വന്തം പങ്കാളി പോലും മാറ്റി നിർത്തിയ അനുഭവങ്ങളാണ് ഉത്തരനാളുകാർക്ക് ജീവിതത്തിൽ പറയുവാനുള്ളത്. പലപ്പോഴും ഭഗവാൻ മാത്രമേ അവർക്ക് കൂട്ടായിരുന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ വിളിച്ച ഓരോ വിളികളിലും ഭഗവാൻ സംതൃപ്തനായിട്ടിരിക്കുകയാണ്. ഭഗവാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് പ്രശ്നചിന്തം നടത്തിയപ്പോൾ ഭഗവാൻ ഹനുമൽ സ്വാമികളുടെ രൂപമാണ് തെളിഞ്ഞു കണ്ടത്. നിങ്ങൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചോളൂ. ഉത്തരനാളുകാരുടെ ജീവിതത്തിൽ ധനുമാസം 5-ാം തീയതി മുതൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ജീവിത വിജയമുണ്ടാവാൻ പോവുകയാണ്. വളരെ വലിയ സാമ്പത്തികം, ധനലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോവുകയാണ്. നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കുവാൻ പോവുകയാണ്. എല്ലാം ഭഗവാൻ നടത്തിത്തരും. ഹനുമൽ സ്വാമികൾ നടത്തിത്തരും. തൊഴിൽ, ഭൂമി വിൽപ്പന, മക്കളുടെ തൊഴിൽ, മക്കളുടെ വിദ്യാഭ്യാസം, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നത്, അതെല്ലാം നിങ്ങൾക്ക് നടന്നു കിട്ടും. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. ഹനുമാൻ സ്വാമി നിങ്ങളെ ജീവിത വിജയത്തിലെത്തിക്കും. ഈ നിമിഷം നിങ്ങൾ ഹനുമാൻ സ്വാമിയോട് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടന്നു കിട്ടും. നിങ്ങളുടെ കൂടെ നെഞ്ചു വിരിച്ച് നിന്ന ചിലരെ നിങ്ങൾ വഞ്ചിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. അവരെ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ ദോഷങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ധനുമാസം 1-ാം തീയതി സൂര്യദേവൻ ധനുരാശിയിലേക്ക് എത്തുന്നതോടുകൂടി നിങ്ങളുടെ രക്ഷകനായിട്ട് സാക്ഷാൽ ഹനുമാൻ സ്വാമി വന്നിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് വെറും വകകളല്ല. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ധനുമാസം 5-ാം തീയതി ശനിയാഴ്ച ശുക്രൻ ധനുരാശിയിൽ എത്തുന്നതോടുകൂടി സഫലമാകും. ജീവിതത്തിൽ വിജയങ്ങൾ വന്നു ചേരും. എല്ലാം ഹനുമാൻ സ്വാമിയിൽ അർപ്പിക്കുക. അടുത്ത ഹനുമാൻ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക. എല്ലാം സർവമംഗളമായി തീരും. ജീവിതത്തിൽ വിജയമുണ്ടാവും. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. പുലർച്ചെ ദർശനം വെക്കുമ്പോൾ പ്രശ്നപാലയിൽ തെളിഞ്ഞു കണ്ട രൂപം സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ രൂപം, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപമാണ്. രാവിലെ പ്രശ്നം വെച്ചപ്പോൾ തന്നെ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ആ ഒരു മനോഹരമായ രൂപം. ഈ ഒരു പ്രഭാതത്തിൽ എന്റെ പ്രശ്നപാലയിൽ തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപമാണ്. ധനുമാസം 1-ാം തീയതി ആദിത്യൻ ധനുരാശിയിൽ എത്തുന്നതോടുകൂടി നിങ്ങളുടെ സൗഭാഗ്യകാലം തെളിയുകയാണ്. ബുധനും ശുക്രനും കൂടി ധനുരാശിയിൽ എത്തുമ്പോഴേക്കും അത്യപൂർവമായ ഒരു പരിവർത്തന രാജയോഗവും ചക്രവർത്തി രാജയോഗവും കൂടിയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ധനുമാസം 5-ാം തീയതി, അതായത് ഡിസംബർ 20 മുതൽ ഉദാദിത ശുക്രയോഗം നിങ്ങളെ രാജകീയ ജീവിതത്തിലേക്ക് നയിക്കും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടുവാനായിട്ട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പല സ്വപ്നങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നടന്നു കിട്ടുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കേണ്ട കാര്യങ്ങളുമാണ്. അത് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കാറുമുണ്ട്. ഇത് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്റെ ജീവിതം കൈവിട്ടു പോകും, എന്റെ ജീവിതത്തിൽ ഒരു രക്ഷ കിട്ടുകയില്ല, ഇത് നടക്കേണ്ട സമയം ഇതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ വിചാരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ കാര്യം നിങ്ങളെ അലട്ടാറുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഇന്ന് എന്റെ പ്രശ്നഫലയിൽ ചതയ നക്ഷത്രക്കാരുടെ രാശി നോക്കുമ്പോൾ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നടന്നു കിട്ടേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങളുടെ ഒരു ആഗ്രഹം, അത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടന്ന് നീറുന്നുണ്ട്.
നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും സാക്ഷാൽ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ അത് നടത്തി തരുമെന്നാണ് ഇന്ന് പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങൾക്കത് നടന്ന് കിട്ടുക തന്നെ ചെയ്യുമോ പുഷ്ടി, സാമ്പത്തിക ഭദ്രത, ഇതെല്ലാം വന്നു ചേരും. ഇന്ന് നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ വിളക്ക് വെക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിട്ട് നിങ്ങളുടെ വീടിന്റെയോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ നാരായണ നാമങ്ങൾ ജപിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നടത്തി തരും. അത് പ്രണയമാകട്ടെ, ജോലിയാകട്ടെ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, അതെല്ലാം നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസമോ ജോലിയോ വിവാഹമോ എന്ത് കാര്യമോ ആയിക്കൊള്ളട്ടെ, അത് ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് സാധിച്ചു തരും. വലിയ മന്ത്രങ്ങൾ ഒന്നും വേണ്ട. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഒന്നല്ല എത്ര ആഗ്രഹങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ഗുരുവായൂരപ്പനോട് പറഞ്ഞോളൂ. എല്ലാം ഭഗവാൻ സാധിച്ചു തരും. എന്തൊക്കെ ചോദിക്കുവാനുണ്ടോ, എത്ര എണ്ണം ചോദിക്കുവാനുണ്ടോ, അതെല്ലാം നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ, നടത്തിത്തരും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് അമ്പലത്തിൽ പോവാൻ സാധിച്ചില്ല എങ്കിൽ പോലും വൈകിട്ട് കുളിച്ച് ശുദ്ധമായി വന്ന് മനസ്സ് ശുദ്ധമായി ഇരുന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നാരായണ മന്ത്രങ്ങൾ ജപിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നടന്നു കിട്ടിയിരിക്കും. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. ഈ പ്രവചനം സത്യമായി വരും. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന എന്താഗ്രഹങ്ങളും ഭഗവാനോട് നിങ്ങൾ പറഞ്ഞുകൊള്ളൂ. എല്ലാം നടത്തി കിട്ടും. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകൻ നക്ഷത്രക്കാർക്ക് പുലർച്ചെ പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപമാണ് കേട്ടോ. മഹാലക്ഷ്മിക്കൊപ്പം മഹാവിഷ്ണുവിന്റെ രൂപം തെളിയുക എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമുള്ള, അതീവ ഭാഗ്യമുള്ള കാര്യമാണ്. ഭഗവാന്റെ രൂപം തെളിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഇന്ന് എന്റെ പ്രസന്ന ചിന്തയിൽ ഇവരുടെ ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കടലോളം കാര്യങ്ങൾ മനസ്സിലുണ്ട്. ജീവിതത്തിൽ എന്നും നിരാശകളും കാര്യതടസ്സങ്ങളും കാര്യപരാജയങ്ങളും സംഭവിച്ചവരാണ് ഈ മകൻ നക്ഷത്രക്കാർ. സങ്കടങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും വെളിയിൽ കാണിക്കുന്നത് ഒരു കടുകുമണിയോളം മാത്രമാണ്. താൻ മാത്രം സഹിച്ചാൽ മതിയല്ലോ. ചുറ്റുമുള്ളവരെ എന്തിനെ വിഷമിപ്പിക്കുന്നു എന്നോർത്ത് പല സങ്കടങ്ങളും പല വേദനകളും പുറത്ത് പറയാറില്ല. എല്ലാ വേദനകളും കടിച്ചമർത്തി മുന്നോട്ട് പോകുന്നവരാണ് ഇവർ. പോട്ടെ, ഈശ്വരനുണ്ടല്ലോ, ഈശ്വരൻ എല്ലാം കാണുന്നുണ്ടല്ലോ. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളവരുമാണ് മകം നക്ഷത്രത്തിൽ പിറന്നവർ. എത്രയെത്രയോ നിങ്ങൾ പ്രതികരിക്കേണ്ട, എടുത്തു ചാടി പ്രതികരിക്കേണ്ട എത്രയോ സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം നിങ്ങൾ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി, വേദനകൾ ഉള്ളിലൊതുക്കി മുന്നോട്ട് പോകുന്നവരാണ്. ദേഷ്യപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട എത്രയോ സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നിരിക്കുന്നു. അതിലൊന്നും പ്രതികരിക്കാതെ മുന്നോട്ട് പോയവരാണ് നിങ്ങൾ. എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് എത്രയോ സന്ദർഭങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോയി. എല്ലാം ഉള്ളിൽ ഒതുക്കി കടിച്ചമർത്തി വെച്ച് തങ്ങളുടെ സങ്കടങ്ങൾ എന്നെങ്കിലും ഈശ്വരൻ കാണും, അതിനൊരു പരിഹാരം തരും എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് സത്യമാകാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്ന ആഗ്രഹങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഓരോന്നായി സാക്ഷാൽ മഹാവിഷ്ണു, മഹാലക്ഷ്മി, സാക്ഷാൽ ഭഗവതി, സാക്ഷാൽ നാരായണൻ നിങ്ങൾക്ക് നടത്തി തരുവാൻ പോവുകയാണ്. അടുത്ത ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഉയർച്ചയും വിജയങ്ങളും വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ചതിലും നല്ലൊരു ജീവിതം ജഗദീശ്വരൻ വെച്ച് നീട്ടാൻ പോവുകയാണ് കേട്ടോ. വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു ജീവിതം. സർവമംഗളമായി ഭാവിക്കും. നിങ്ങളുടെ ജീവിതം ഉയർന്നു വരിക തന്നെ ചെയ്യും. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ വരുവാൻ പോവുകയാണ്. ദുഃഖങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടും. നിങ്ങളെ പുച്ഛിച്ചവരും പരിഹസിച്ചവരും നിങ്ങളെ മെക്കിട കയറാൻ വന്നവരുമെല്ലാം മാറി നിന്ന് നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന ദിവസങ്ങളായിരിക്കും അടുത്ത 5-6 മാസങ്ങൾ കൊണ്ട് സംഭവിക്കുക. അപ്പോൾ ഈ നാളുകാർ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടുകാരായിട്ടുണ്ടെങ്കിൽ അവരോട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുക. എല്ലാം നന്നായി വരും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ട രൂപം നരസിംഹമൂർത്തിയാണ്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രമേ എന്റെ പ്രശ്നവരിയിൽ നരസിംഹസ്വാമിയുടെ രൂപം തെളിയാറുള്ളൂ. എന്തോ വളരെ വലിയ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് വിശാഖം നക്ഷത്രക്കാരുടെ പ്രശ്നവിധിയിൽ ഇന്ന് നരസിംഹമൂർത്തിയുടെ രൂപം തെളിഞ്ഞു വന്നത്. സാക്ഷാൽ മഹാലക്ഷ്മിയും സാക്ഷാൽ നരസിംഹമൂർത്തിയും ഇവരെ അനുഗ്രഹിച്ച് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയം കൊണ്ടുവരുന്ന ദിവസമായിരിക്കും
വിശാഖ നക്ഷത്രക്കാരുടെ ജീവിതം ഞാൻ ഇന്ന് എടുത്തു നോക്കുകയുണ്ടായി. ഒരുപാട് ശത്രുദോഷങ്ങൾ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ പ്രാക്ക്, എരിച്ചില്, വിളിച്ചപേക്ഷ, ദുർമന്ത്രവാദങ്ങൾ, ആഭിചാരക്രിയകൾ ഇവ കൊണ്ടൊക്കെ തളർന്നു പോയവരാണ് ഈ വിശാഖ നക്ഷത്രക്കാർ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവർക്ക് ചുറ്റും തലങ്ങും വിലങ്ങും ഏറ്റിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ വന്നു എന്ന് ഒരു നിശ്ചയവുമില്ല. പക്ഷെ ധാരാളം ശത്രുക്കൾ ഇവരുടെ നാശത്തിനായി ചെയ്യുന്ന ഓരോരോ ക്രിയകളുണ്ട്. എന്നാൽ ആ ചെങ്ങലകളെല്ലാം വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞുകൊണ്ട് സാക്ഷാൽ നരസിംഹമൂർത്തി ഇവരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യകരമായി വന്നു ചേരുകയാണ്. സർവ്വ ശത്രുക്കളെയും നശിപ്പിച്ച് സർവ്വ ആഭിചാര ക്രിയകളും ഇല്ലാതാക്കി ഇവരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയാണ് ഭഗവാൻ. ഇവരുടെ ശത്രുക്കളും ഇവരെ ദ്രോഹിച്ചവരും ഇവർക്ക് കണ്ണീരും പ്രാക്കും എരിച്ചിലും വിളിച്ചപേക്ഷയും എല്ലാം തീർത്തവരും ഇല്ലാതാവുവാൻ പോവുകയാണ്. എല്ലാ ദോഷങ്ങളും നരസിംഹമൂർത്തി മാറ്റുകയാണ്. ദോഷങ്ങൾ തീരുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും വലിയ ഉയർച്ചയിലെത്തും. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, മക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയും. സാമ്പത്തിക ഭദ്രത, കർമ്മപുഷ്ടി, വിവാഹയോഗം, ഭവനയോഗം, വാഹനയോഗം, കുടുംബ പ്രാരാബ്ധങ്ങളിൽ നിന്നുള്ള മോചനം, ദാമ്പത്യപുഷ്ടി ഇതെല്ലാം വന്നു ചേരുന്ന സുദിനങ്ങളാണ് ഇനി വരിക. ധനുമാസം 1-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്യത്ഭുതകരങ്ങളായ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ്. എഴുതി വെച്ചോളൂ, എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. അടുത്തത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നചിന്തയിൽ കാണുവാൻ കഴിഞ്ഞത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ രൂപമാണ്. ഭഗവാനും ഭഗവതിയും നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ചോതിക്കാരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടകാലം അനുഭവിച്ചിട്ടുള്ള നാളാണ്. ആ കഷ്ടകാലം തീരുവാൻ പോവുകയാണ്. നിരവധി അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജീവിത പ്രയാസങ്ങൾ, മാനസിക വിഷമതകൾ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചോദ്യ നക്ഷത്രക്കാർക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. 10 രൂപ കയ്യിൽ വന്നാൽ അത് അപ്പോൾ തന്നെ ചെലവായി പോവുക. എന്ത് നല്ല കാലം വന്നു എന്ന് വിചാരിച്ചാലും പെട്ടെന്ന് തന്നെ അത് എവിടേക്കോ തട്ടി ഉടഞ്ഞ് നഷ്ടപ്പെട്ടു പോവുക. വെള്ളത്തിൽ വരച്ച വര പോലെ ഒന്നും ഇല്ലാതായി തീരുക. ജീവിതത്തിൽ എന്തൊക്കെയോ നേടി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതെല്ലാം തകർന്നടിഞ്ഞ അവസ്ഥ. കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, കർമ്മ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒത്തിരി നിരവധിയായിട്ടുള്ള ശത്രുദോഷങ്ങൾ, കുറേയേറെ ആഭിചാര ദോഷങ്ങൾ, പല രീതിയിലുള്ള കൂടോത്രങ്ങൾ, നാവേറ്, കണ്ണേറ്, എരിച്ചിലും പ്രാക്കും, അങ്ങനെ വേണ്ട ചോദ്യ നക്ഷത്രക്കാർ അനുഭവിച്ചു വന്ന ദുരിതങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്നാൽ ധനുരാശിയിലേക്ക് ആദ്യത്തെ എത്തിച്ചേരുന്ന ധനുമാസം 1-ാം തീയതി മുതൽ എല്ലാ ദുഃഖങ്ങളും, എല്ലാ സങ്കടങ്ങളും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ മാറ്റി തരുവാൻ പോവുകയാണ്. അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന വിജയങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ്. നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ കാലം നിങ്ങൾക്ക് മുന്നിൽ എല്ലാ സൗഭാഗ്യങ്ങളും വെച്ച് നീട്ടുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നന്നായിട്ട് വന്നു ചേർന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വീടിനടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ, മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോയി തൊഴണം, ഇടയ്ക്ക് പോയി പ്രാർത്ഥിക്കണം. അതുപോലെ നാരായണ മന്ത്രങ്ങൾ കഴിവതും നിങ്ങൾ സന്ധ്യാസമയത്ത് ജപിക്കുക. എല്ലാ വ്യാഴാഴ്ചകളിലും പോയി തൊഴുവാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്. അങ്ങനെ തൊഴുതു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നാരായണ മന്ത്രങ്ങൾ, ഓം നമോ നാരായണ, എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് ശുദ്ധമായ മനസ്സോടെ, സമാധാനത്തോടെ, മനസമാധാനത്തോടെ, ശാന്തിയോടെ ഒന്ന് ജപിച്ചു നോക്കൂ. എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകും. എല്ലാ സമ്പൽ സമൃദ്ധികളും ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് വരമായിട്ട് നൽകുന്ന, നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നൽകുന്ന ദിവസങ്ങളാണ് ഇനി കടന്നു വരുന്നത്. ഇതാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് വരുവാൻ പോകുന്ന മാറ്റങ്ങൾ. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. സർവം മംഗളമായി ഭവിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്ന ചിന്തയിൽ കാണുവാൻ കഴിഞ്ഞത് എന്റെ അമ്മ മഹാമായ പുണ്യതമ്പുരാട്ടി മഹാലക്ഷ്മിയുടെ രൂപമാണ്. ഈ ലോകത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന സാക്ഷാൽ ചോറ്റാനിക്കരെ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് പ്രശ്ന ചിന്തയിൽ കണ്ടത്. ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും മൂല നക്ഷത്രക്കാർക്ക് നേടുവാൻ സാധിച്ചിട്ടില്ല. ആഗ്രഹിച്ച ഒന്ന്, നേടിയത് മറ്റൊന്ന്. ഇതായിരുന്നു മൂല നക്ഷത്രക്കാരുടെ ജീവിതം. ജീവിതത്തിൽ സ്വപ്നം കണ്ടതൊന്നും മൂല നക്ഷത്രക്കാർക്ക് നേടുവാൻ സാധിച്ചില്ല. ഒഴുക്കിൽപ്പെട്ട് എവിടെയൊക്കെയോ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി എത്തിയതാകട്ടെ വേറൊരു ദിശയിലും. ഒരുപാട് മനപ്രയാസങ്ങൾ, ഒരുപാട് വേദനകൾ,
ഒരുപാട് സങ്കടങ്ങൾ മൂലം നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപക്ഷെ ഇത്രയും യാതനകൾ അനുഭവിക്കേണ്ടി വന്ന മറ്റ് നക്ഷത്രക്കാർ കുറവാണ്. ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നും മൂലം നക്ഷത്രക്കാർക്ക് പേടിയാണ്. അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്ന അവസ്ഥ, ഉറക്കം വരാത്ത രാത്രികൾ, ഇതൊക്കെ മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ട്. ഈ അടുത്ത കാലത്ത് പോലും അറിയാതെ നിങ്ങളുടെ കണ്ണു നിറഞ്ഞ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഇന്ന് രാശിഫലയിൽ അത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാട് കയറിയുള്ള ചിന്തകൾ, ഒരുപാട് ആകുലതകൾ, ഒരുപാട് വ്യാകുലതകൾ. എന്നെ കേൾക്കുമ്പോൾ പോലും മൂലം നക്ഷത്രക്കാരുടെ മനസ്സ് എവിടേക്കോ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ട്, സങ്കടങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെതായ ചില വൈഷമ്യങ്ങളും പ്രത്യേകതകളും ഒക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഏറെ ദുഃഖങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. എന്നാൽ ഇന്ന് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. സത്യമുള്ള അമ്മയാണ് ഭഗവതി, ദേവി, ഭദ്രകാളി നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഞാൻ ചോറ്റാനിക്കര അമ്മയുടെ ഉപാസകനാണ്. ഓണക്കൂർ പാണ്ഡ്യമ്പറ ഭഗവതിയുടെ ഉപാസകനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാമല്ലോ. തീർച്ചയായിട്ടും പാണ്ഡ്യമ്പറ ഭഗവതി, അമ്മ ചോറ്റാനിക്കര അമ്മ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അമ്മ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം മഹാലക്ഷ്മി സമ്പത്ത് കൊണ്ട് മൂടുന്ന അമ്മയാണ്. ആ അമ്മ പ്രസാദിച്ച് നിൽക്കുകയാണ്. മൂലക്കർ ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങളുടെ ആശങ്കകളെല്ലാം തീർത്ത് അമ്മ മഹാലക്ഷ്മി നിങ്ങളെ നല്ല നിലയിൽ എത്തിക്കും. അമ്മ മഹാലക്ഷ്മി എന്നെ കൊണ്ട് പറയിക്കുന്നതാണിത്. നിങ്ങൾക്ക് ഒരു വഴി അടഞ്ഞാൽ 1000 വഴികൾ തുറന്നു കിട്ടുക തന്നെ ചെയ്യും. ഇതെല്ലാം ഒരു നിമിത്തമാണ്. ഇതെല്ലാം ഭഗവതി സാക്ഷാൽ മഹാദേവി അരുൾ ചെയ്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതും നിങ്ങൾ കേൾക്കുവാൻ ഇടയാകുന്നതും അമ്മയുടെ, ചോറ്റാനിക്കര അമ്മയുടെ, ഓണക്കൂർ പാണ്ഡ്യാമ്പാറ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എന്റെ അമ്മ മഹാലക്ഷ്മി ഭഗവതി പറയുന്നു, നിങ്ങൾ ചിന്തിക്കുന്നതൊന്നും മോശമായിട്ട് വരില്ല. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം പൂവണിയും, നല്ലത് വരും. എല്ലാം ഭഗവതി നോക്കിക്കൊള്ളും. ധൈര്യമായിട്ടിരിക്കുക. ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുക. ഇതാണ് ഇന്ന് മൂലം നക്ഷത്രത്തിന് കാണുവാൻ സാധിച്ചത്. ഏതാണ്ട് 4-5 മാസങ്ങൾക്കുള്ളിൽ തന്നെ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ഇന്ന് പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ആയില്യം നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു കണ്ടത് ശ്രീകൃഷ്ണന്റെ രൂപമാണ്. ഭഗവാൻ ഗുരുവായൂരപ്പന്റെ രൂപമാണ്. ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ കഷ്ടപ്പെടുവാനുള്ളതെല്ലാം കഷ്ടപ്പെടുന്നുണ്ട്. നന്നായി പരിശ്രമിക്കുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ഫലം കിട്ടുന്നില്ല. പ്രതീക്ഷിച്ച ഉയർച്ച, ഐശ്വര്യം ജീവിതത്തിൽ ഇല്ല. ഇനി അഥവാ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഉയർച്ച വരുന്നുണ്ടെങ്കിൽ തന്നെ അത് മനസമാധാനത്തോടു കൂടി ഒന്ന് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. കഷ്ടപ്പാടുകൾ മാത്രം മിച്ചം. ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ആയില്യം നക്ഷത്രക്കാർക്ക് അവരുടേതായിട്ട് ഒന്നുമില്ല. എന്നും മനപ്രയാസങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ മാത്രം. ഈ ആയില്യം നക്ഷത്രക്കാർക്ക് പല വഴികളിൽ ശത്രുദോഷങ്ങൾ ഉണ്ട് കേട്ടോ. പല രീതിയിലുള്ള ആഭിചാരക്രിയകൾ, കൂടോത്രങ്ങൾ, അതുപോലെ ചില ദൃഷ്ടിവാഗ്ദോഷങ്ങൾ, നാവയറ്, എരിച്ചിലും പ്രാക്കും എന്നു വേണ്ട അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചാണ് ആയില്യം നക്ഷത്രക്കാർ മുന്നോട്ട് പോകുന്നത്. പല കാര്യങ്ങളും പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകേണ്ടി വരിക, കഷ്ടപ്പാട് മാത്രം മിച്ചമാവുക. അതിനിടയിൽ കുഞ്ഞുമിൽ കുരുവായി സാമ്പത്തിക ബാധ്യതകൾ. ഇതല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥ? ഇത് നിങ്ങൾ ശരിയാണോ എന്ന് നോക്കണം കേട്ടോ. ഒരു മനുഷ്യായുസിൽ കഷ്ടപ്പെടുവാനുള്ളതെല്ലാം ചെയ്യുവാനുള്ളതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ചൊരു മേൽഗതിയില്ല. ജീവിതത്തിൽ ഒരു രീതിയിലും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഒന്നുമില്ലാത്ത അവസ്ഥ. എല്ലാം മന്ദീഭവിച്ച് നിൽക്കുന്ന അവസ്ഥ. ഇതാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്ന് കാണുവാൻ സാധിച്ചത്. എന്നാൽ ധനുമാസം 1-ാം തീയതി വരുന്നതോടുകൂടി നിങ്ങളുടെ സമയം മാറുകയാണ്. ധനു 5-ാം തീയതി സൂര്യനും ബുധനും ശുക്രനും ഒന്നിക്കുന്നതോടുകൂടി ബുധാദിത്യ ശുക്ര യോഗത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം വന്നു ചേരും. നിങ്ങൾക്ക് ചിരിക്കുവാൻ കഴിയുന്ന, സന്തോഷിക്കുവാൻ കഴിയുന്ന ദിവസങ്ങൾ വന്നു ചേരും. എന്റെ പ്രവചനം അച്ചിട്ടാവുക തന്നെ ചെയ്യും. ഏറ്റവും അവസാനത്തെ നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. ഇന്ന് പ്രശ്നമെടുക്കുന്ന സമയത്ത് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു വന്ന രൂപം സാക്ഷാൽ മഹാദേവന്റെ രൂപമാണ്. പാർവതി ദേവിക്കൊപ്പമുള്ള മഹാദേവന്റെ രൂപം, പരമശിവന്റെ രൂപം. സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരു ജീവിതമാണ് ഇപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഉള്ളത്.
എന്നാൽ ധനുമാസം പിറക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നടന്നു കിട്ടുന്ന സമയമാണ് വന്നു ചേരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം മതിയെന്നാ പറയുക. ആ രീതിയിൽ ശിവഭഗവാനും പാർവതി ദേവിയും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ കയ്യിൽ വെച്ച് തരും എന്നാണ് പറയുന്നത്. ഈ പൂരുരുട്ടായ നക്ഷത്രക്കാരുടെ അവസ്ഥ ഇന്ന് പ്രശ്നം വെക്കുന്ന സമയത്ത് ദാ ഇങ്ങനെയാണ് കണ്ടത്. നിങ്ങളൊന്ന് നോക്കണേ ശരിയാണോ എന്ന്. അതായത് ഈ പൂരുരുട്ടായ നക്ഷത്രക്കാർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. മൊത്തത്തിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, ഒരു ഒറ്റപ്പെട്ട ജീവിതം. ഈശ്വരൻ മാത്രമേ കൂട്ടുള്ളൂ. പലപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാൻ മാത്രമേ, ഭഗവതി മാത്രമേ നിങ്ങൾക്ക് കൂട്ടുള്ളൂ. ദൈവമേ, അങ്ങ് മാത്രമേ എനിക്ക് കൂട്ടുള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ്. അങ്ങ് അവിടെ നിന്നെ അനുഗ്രഹിക്കണം. പലപ്പോഴും നിങ്ങൾ കണ്ണീരണിഞ്ഞ് ഭഗവാനോട്, ഭഗവതിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്ഷേത്രങ്ങളിലെല്ലാം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ചില സമയങ്ങളിൽ കൂടെ നിന്നവർ പോലും നിങ്ങളെ മാറ്റി നിർത്തിയ അനുഭവങ്ങൾ, ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങൾ, നിശബ്ദം കരഞ്ഞു തീർത്ത രാത്രികൾ, സങ്കടപ്പെട്ട് വേദന അനുഭവിച്ചു കഴിഞ്ഞ ദിവസങ്ങൾ, രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെ എത്ര ദിവസങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റിരുന്നിട്ടുണ്ട്, എഴുന്നേറ്റിരുന്ന് കരഞ്ഞിട്ടുണ്ട്. സങ്കടക്കടലിൽ മുങ്ങിത്താണവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ഓരോ വിളികളും ഭഗവാൻ കേട്ടു. ഭഗവാൻ ഏറ്റവും വേഗതയിൽ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ദേവന്മാരുടെ ദേവനായ ഭഗവാൻ പാർവതി സമേതനായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിങ്ങളെ ഈ ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയാലും, എല്ലാവരും നിങ്ങളെ വെറുത്താലും, നിങ്ങളെ വേർതിരിച്ച് നിർത്തിയാലും എഴുതി വെച്ചോളൂ, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും. ശിവപാർവതിമാർ നിങ്ങളുടെ കയ്യും പിടിച്ച് പറന്നുയരും. ഏറ്റവും ഉന്നതങ്ങളിൽ നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കും. നിങ്ങളുടെ എന്തു സ്വപ്നം ശിവഭഗവാനോട് പറഞ്ഞാലും ദാ ഈ നിമിഷം നിങ്ങൾ പറഞ്ഞു നോക്കൂ. ധനുമാസം 1-ാം തീയതി മുതൽ എന്തും ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ വസന്തകാലം പിറക്കുകയാണ് ധനുമാസം മുതൽ. നിങ്ങൾ സ്വപ്നം കണ്ട, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. എന്റെ വാക്കുകൾ സത്യമായി ഭവിക്കും. നിങ്ങൾ എഴുതി വെക്കൂ. ധനുമാസം എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.